ബി.ജെ.പി. ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് തന്നെ കോഴിക്കോട് അത് തുടരുകയാണ്. വിവരങ്ങളുമായി ഒരിക്കൽ കൂടി പി.വി. കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഉച്ചയ്ക്ക് ശേഷം സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിമാരുടെയും ദേശീയ നേതാക്കന്മാരുടെയും യോഗം ചേരും. മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ. ജിംഷാദ്, രാവിലെ ആരംഭിച്ച ദേശീയ നേതാക്കളുടെ യോഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മറ്റന്നാൾ നടക്കുന്ന ദേശീയ കൗൺസിലിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങളുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിമാരുടെയും ദേശീയ ഭാരവാഹികളുടെയും യോഗം കടവ് റിസോർട്ടിൽ നടക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിലാണ് യോഗം. ഈ യോഗം നാളെ ഉച്ചവരെ നീണ്ടു നിൽക്കും. ഇന്ന് രാവിലെ നടന്ന യോഗത്തിനകത്ത് തയ്യാറാക്കിയ കരട് രൂപങ്ങൾ, പ്രമേയത്തിൻ്റെ കരട് രൂപങ്ങൾ വൈകുന്നേരത്തെ യോഗത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യും. ഇതിനുശേഷം തയ്യാറാക്കുന്ന പ്രമേയങ്ങളായിരിക്കും മറ്റന്നാൾ ദേശീയ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുക. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ആക്രമണം, അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ, ഉറി, പത്താൻകോട്ട് വിഷയങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ സജീവ ചർച്ചാ വിഷയമായി ഉയർന്നു വരാനാണ് സാധ്യത. അതുപോലെ തന്നെ UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ചും യോഗം ആസൂത്രണം ചെയ്യും. അതുപോലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നുവെന്നും ദളിതർക്കെതിരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാർ ശക്തികളും BJPയും വലിയ ആക്രമണം അഴിച്ചുവിടുന്നു എന്നുൾപ്പെടെയുള്ള വലിയ സംഭവങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് അത് വലിയ ദോഷം ചെയ്തു എന്ന വിലയിരുത്തൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അതെങ്ങനെ മറികടക്കാം എന്നുള്ള ചർച്ചകളും ഈ ദേശീയ നേതൃയോഗങ്ങളിൽ ഉണ്ടാകും. നാളെ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിലും മറ്റന്നാൾ നടക്കുന്ന ദേശീയ കൗൺസിൽ യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴുവൻ സമയവും പങ്കെടുക്കും. ജിംഷാദ്.